സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം, സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ സന്ദേശത്തിൻ്റെ ചില തുടർച്ചകളായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാത്ത സമ്പന്നർക്ക് എല്ലാം നഷ്ടമാകും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 18-ാം അധ്യായം 25. എല്ലാ സുവിശേഷ ഭാഗങ്ങളിലും യോഹന്നാൻ ഒഴിച്ച് ബാക്കി ചില മറ്റ് സുവിശേഷങ്ങളെല്ലാം കാണാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഒരുപാട് കേട്ടുപോയ ഒരു വചനഭാഗമാണത്. നമ്മൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് ഏറ്റവും അത്യാവശ്യമാണ്. സമ്പത്ത് വിനിയോഗിക്കാൻ വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണ്. നല്ല രീതിയിൽ സമ്പത്ത് പരിശുദ്ധിയോടെ, വിശുദ്ധിയോടെ, സ്നേഹത്തോടെ നല്ല രീതിയിൽ സമ്പത്ത് വിനിയോഗം ചെയ്യുന്ന ഒരുപാട് സമ്പന്നരായ മനുഷ്യർ ഭൂമിയിലുണ്ട്. എന്നാൽ സാമ്പത്തികമായ മേഖലകൾക്ക് ഒരു വിഗ്രഹാരാധന പോലെ അല്ലെങ്കിൽ വിഗ്രഹമായി കണ്ട് എത്ര കിട്ടിയാലും മതിവരാത്ത ജീവിതം നയിക്കുന്ന നിരവധി പേരെ നമുക്ക് കാണുവാൻ സാധിക്കും. അവർ എന്തു ചെയ്താലും അത് സ്വന്തം മഹത്വത്തിനും തങ്ങളുടെ സമ്പത്തിൻ്റെ വലിപ്പം കാണിക്കാനുമൊക്കെ ആയിട്ട് ചെയ്യുന്ന ചില മനുഷ്യരുണ്ട്. അവർക്ക് നിരവധിയായ തകർച്ചകൾ നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ആദ്യം മുതലേ ഉണ്ട് എങ്കിലും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ഏതവസ്ഥയിലാണ് എന്നൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുക. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ കിടക്കുന്ന, ഇനി മറ്റ് പ്രമാണ മേഖലയിൽ വരുമ്പോൾ അത് കാണും, എങ്കിലും ഒന്നാം പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ സമ്പത്തിനെ വിഗ്രഹമായിട്ട് കാണുന്ന ഒരു മേഖല നമ്മിലുണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ തന്നെ ഇല്ലാതാക്കി കർത്താവിൽ ആശ്രയിച്ച് കർത്താവ് നൽകിയ സമ്പത്തിന് നന്ദി പറഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ അത് വിനിയോഗിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. അതുകൊണ്ട് സമ്പന്നർക്കെതിരായിട്ടുള്ളതല്ല, എന്നാൽ സമ്പത്ത് നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ തുറന്ന് ചില മനുഷ്യർ ചിലപ്പോൾ നമ്മോട് ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നില്ല. കാരണം നമ്മുടെ സമ്പത്തിൽ പലരും മയങ്ങിപ്പോവുകയോ സഹായം പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റുകൾ, നമ്മുടെ കുറവുകൾ നമ്മളോട് ചൂണ്ടിക്കാണിച്ച് തരിക ആരും ശ്രമിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ദൈവവചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്നുള്ളത് കൂടി നമുക്കൊന്ന് ചിന്തിക്കുകയാണ്. നമ്മുടെ ധ്യാനം ഈ വരുന്ന 30-ാം തീയതി മുതൽ ആരംഭിക്കുകയെന്ന് വെച്ചാൽ വരുന്ന വ്യാഴാഴ്ച മുതൽ ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുകയാണ്. 4 ദിവസത്തോളമുള്ള ഒരു 3-3.5 ദിവസത്തോളമുള്ള ധ്യാനമാണ്. സാധിക്കുന്ന എല്ലാവരും അതിൽ പങ്കെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പരാജയങ്ങളുടെയും കാരണങ്ങൾ, അല്ലെങ്കിൽ അസ്വസ്ഥതകളുടെ, രോഗങ്ങളുടെ, തകർച്ചകളുടെ കാരണങ്ങൾ ക്രിസ്തുവിനോടൊപ്പം ഇരുന്ന് കണ്ടുപിടിച്ച് കർത്താവിൻ്റെ നാമത്തിൽ അതിൽ നിന്നൊരു മോചനം ലഭിക്കുകയും ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവൻ നയിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ധ്യാനമാണ്. അതോടൊപ്പം നിത്യതയെക്കുറിച്ചുള്ള ഒരു വലിയ ബോധ്യം നമുക്ക് ആ ധ്യാനത്തിലൂടെ ലഭിക്കുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഈ കാലഘട്ടം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ലോകം അതിൻ്റേതായ നിരവധി സൂചനകൾ നൽകുന്നു. ഞാനിപ്പോഴും ഏതവസ്ഥയിലാണ് ആയിരിക്കുക, അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുവാൻ എന്നെ സഹായിക്കുന്ന ഒരു ധ്യാനമാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും ദയവായിട്ട് ആ ധ്യാനത്തിൽ സംബന്ധിക്കണമെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ബൈബിളിൽ നമ്മൾ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് വ്യക്തികളുടെ കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. ആത്മീയമായ മേഖലകളിൽ തന്നെ വന്നുപോയ പരാജയപ്പെട്ട പ്രധാനപ്പെട്ട 1-2 വ്യക്തികളെ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റും. ഒന്ന് യൂദാസാണ്, മറ്റൊന്ന് അനനിയാസും സഫീറയുമാണ്. അപ്പോൾ അവരെയൊക്കെ ജീവിതത്തിൽ അവർ ആത്മീയ ശുശ്രൂഷ നയിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ സമ്പത്ത് അവരെ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ളത് ബൈബിൾ പ്രകാരം നമുക്ക് കാണുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. യാക്കോസിക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. 5-ാം അധ്യായം 3-ാം തിരുവചനം.
നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. നമ്മൾ കറ പിടിച്ച സ്വർണത്തെയും വെള്ളിയെയും കുറിച്ചൊരു സന്ദേശം പിന്നെ നമുക്കുണ്ടായിരിക്കും. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. അത് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ സ്വർണത്തിനും വെള്ളിക്കും കറ പിടിച്ചിരിക്കുന്നു. ആ കറ നിങ്ങൾക്കെതിരായ സാക്ഷ്യമായിരിക്കും. തീ പോലെ അത് നിങ്ങളുടെ മാംസത്തെ തിന്നുകളയും. അപ്പോൾ കറ പിടിച്ച സ്വർണവും വെള്ളിയും, കറ പിടിച്ച സ്വത്തുക്കൾ നമ്മുടെ മാംസത്തെ തിന്നുകളയും. പല രീതിയിൽ കാണാൻ പറ്റും. മാംസം മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ദ്രവിക്കുന്ന മാംസാവസ്ഥകളുണ്ട്. അതോടൊപ്പം തന്നെ കോശങ്ങൾ നശിച്ചു പോകുന്നു, ചുരുങ്ങിപ്പോകുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ക്യാൻസറൊക്കെ വരുമ്പോൾ തന്നെ ചീഞ്ഞളിഞ്ഞു പോകുന്നു. പുഴുവും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവൻ ജീർണിച്ചിരിക്കുന്നുവെന്ന് പ്രഭാഷകൻ പറയുന്നു. അപ്പോൾ അങ്ങനെ മാംസത്തെ തിന്നുകളയുന്ന കറ പിടിച്ച സ്വർണവും വെള്ളി. എന്നിട്ട് പറയുകയാണ്, അവസാന നാളുകളിലേക്കാണ് നിങ്ങൾ സമ്പത്ത് ശേഖരിച്ച് വെച്ചത്. അവസാന നാളുകളിലേക്ക്, നിങ്ങളുടെ അവസാന നാളല്ല, ഈ അന്ത്യകാലത്തേക്ക് നിങ്ങളുടെ സമ്പത്തുകൾ വിനിയോഗിക്കപ്പെടേണ്ടി വരും. കാരണം നിങ്ങളുണ്ടാക്കി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഈ ലോകത്ത് കടന്നു വരുന്നു. നിങ്ങളുടെ നിലങ്ങളിൽ നിന്ന് വിളവ് ശേഖരിച്ച വേലക്കാർക്ക് കൊടുക്കാതെ പിടിച്ചുവെച്ച കൂലി ഇതാ നിലവിളിക്കുന്നു. അപ്പോൾ പിടിച്ചുവെച്ച പല പണവും നിലവിളിക്കുന്നു. കൊയ്ത്തുകാരുടെ നിലവിളി സൈന്യങ്ങളുടെ കർത്താവിൻ്റെ കർണപുടങ്ങൾ എത്തിയിരിക്കുന്നു. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് സമ്പന്ന കുടുംബങ്ങൾ, ഒരു കാലത്ത് പ്രതാപവും മഹത്വവും നിരവധി ബിസിനസ്സിൻ്റെ ഉയർച്ചയും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ടായിരുന്ന കുടുംബങ്ങൾ ഇന്ന് രോഗത്തിലും ദുരിതത്തിലും ദാരിദ്ര്യത്തിലും തകർച്ചയിലും എല്ലാം ഓരോ ദിവസവും നിബദിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ യാതൊരുവിധ ഉയർച്ചയും അവർക്കില്ലാത്ത രീതിയിൽ അധംപതിച്ചിരിക്കുന്നു. വചനപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് സമ്പത്ത്. നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെക്കാളും ഉന്നതനാക്കാമെന്ന് നിയമാവർത്തനം 28 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഉന്നതനാകേണ്ട ഒരു ക്രിസ്ത്യാനി എന്തുകൊണ്ടാണെന്ന് എല്ലാ മേഖലകളിലും പരാജയപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അഹങ്കാരമാണ്. ബൈബിൾ ഇങ്ങനൊരു വാക്കുണ്ട്, പ്രഭാഷകൻ്റെ പുസ്തകം 5:1, സമ്പത്തിൽ ആശ്രയിക്കരുത്, എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത്. വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുത്, ആപത്തിൽ അത് ഉപകരിക്കുകയില്ല. ബൈബിൾ നമ്മൾ കാണുന്നൊരു കാര്യമാണ്. യൂദാസിന് എന്താണ് സംഭവിച്ചത്? യൂദാസിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 18-ാം തിരുവചനം. അവൻ തൻ്റെ ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട്, എന്ന് വെച്ചാൽ ശരിയായ പ്രതിഫലമല്ല, ദുഷ്ടത പ്രവർത്തിച്ചു. എന്താണ് അവൻ്റെ ദുഷ്ടത? ഒന്ന്, തുടക്കം മുതൽ തന്നെ സമ്പത്ത് വഞ്ചനാപരമായിട്ട് എടുക്കുമായിരുന്നു, കർത്താവ് ഉള്ളപ്പോൾ തന്നെ. അപ്പോൾ അതിനുശേഷം ഈശോയെ യൂദാസ് എന്ത് ചെയ്യുന്നു? ഒറ്റിക്കൊടുക്കുന്നു. അങ്ങനെ ഒറ്റിക്കൊടുത്ത് ആ പ്രതിഫലം കൊണ്ടൊരു പറമ്പ് വാങ്ങി. കണ്ടോ, പറമ്പ് വാങ്ങി. അവൻ തലകുത്തി വീണു, ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തു ചാടി. ഇനി നമ്മൾ എടുത്തു നോക്കിയാൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഏതാനും മാസങ്ങളും വർഷങ്ങൾക്കൊക്കെ ആയിട്ട് കേരളത്തിൽ ക്രിസ്ത്യാനികളായ ഒരുപാട് സമ്പന്നർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുകയാണ്, ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലം കൊണ്ട് ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം അവർ നേടിയെടുത്തു. അവർ പറമ്പുകൾ വാങ്ങി, ബിസിനസ് സാമ്രാജ്യങ്ങൾ വാങ്ങി, ബിൽഡിങ്ങുകൾ വാങ്ങി, വാഹനങ്ങൾ വാങ്ങി, പലതും വാങ്ങി. എന്തുപറ്റി? അവൻ തലകുത്തി വീണു. നമുക്ക് പറമ്പ് വേണം, വാഹനം വേണം, വീട് വേണം, എല്ലാം വേണം. പക്ഷേ അത് താമസിക്കാനും ഉപയോഗിക്കാനുമുള്ളതാണ്. പക്ഷേ എൻ്റെ അഹങ്കാരം വെളിപ്പെടുത്താനുള്ളതല്ല, എൻ്റെ സമ്പത്തിൻ്റെ ആർത്തി അല്ലെങ്കിൽ അതിൻ്റേതായ വലിപ്പം വെളിപ്പെടുത്താനുള്ളതല്ല. ചില പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടെന്നുള്ളത്. ഈ ചാരിറ്റിക്കകത്തൊരു വലിയ പ്രശ്നം കിടക്കുന്ന നമ്മൾ കാണുന്നത്, ടാക്സ് വെട്ടിക്കാൻ വേണ്ടി ചാറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, ടാക്സ് വെട്ടിക്കാൻ വേണ്ടി. അപ്പം പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇവർ എന്ത് ചെയ്യുന്നു? പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കിയാൽ ഇവർ ഒരുപാട് സഹായം ചെയ്യുന്നവരാണ്. പക്ഷേ അവർ സഹായം ചെയ്യുന്നത് എവിടുന്നാണ്? കർത്താവ് പറഞ്ഞിരിക്കുന്ന വചനപ്രകാരമുള്ളൊരു സഹായമൊന്നുമല്ല ചെയ്യുന്നത്. പിന്നെയോ തങ്ങളുടെ കണക്കുകളിൽ ചില ക്രമക്കേടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുന്നു. ഞാൻ എല്ലാ സമ്പന്നരും ഉദ്ദേശിച്ചല്ല ഇത് പറയുന്നത് കേട്ടോ. കാരണം ഇടത് കൈ ചെയ്യുന്ന വലത് കൈ അറിയാതിരിക്കട്ടെ, വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ സഹായിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരുണ്ട് നിരവധി പേര്. അവരെ ഉദ്ദേശമല്ല. പക്ഷെ ചിലരെ സംബന്ധിച്ചോളം ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ട്
ഇതുപോലെ ചാരിറ്റികൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തിലുണ്ട്. അതിന് കൂട്ടിന് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുമുണ്ട്. രണ്ടു കൂട്ടരും തകർക്കപ്പെടും. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? ദുഷ്കർമ്മത്തിൻ്റെ പ്രതിഫലത്തെ സഹായമായിട്ട് ചെയ്യുന്ന മനുഷ്യരുണ്ടാകാം. പറമ്പ് വാങ്ങി എന്തായാലും ഈ ഈശോയുടെ കൂടെ നടന്ന് സകല അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് തകർന്നു പോയ നിരവധി മനുഷ്യരുടെ തിരിച്ചുവരവും രക്ഷയും കണ്ട യൂദാസ് എന്തുപറ്റി? ഉദരം പിളർന്ന് തലകുത്തി വീണ് ഉദരം പിളർന്ന് അവൻ്റെ കുടലെല്ലാം പുറത്തിയാടി. അപ്പോൾ ഈ ആത്മഹത്യകളുടെ പിന്നാമ്പുറങ്ങളിലെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. ചിലരുടെ വീട്ടിൽ ആത്മഹത്യയൊന്നും ഉണ്ടാകത്തില്ല. അവരുടെ മക്കൾ നിത്യരോഗികളായി മാറുന്നു. അവരുടെ ജീവിത പങ്കാളി ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നും വഴക്കും ബഹളവും അകൽച്ചയും ഉണ്ടാകുന്നു. അവരുടെ മക്കളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നു. കുടുംബജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതകൾ വരുന്നു, ഭാരങ്ങൾ വരുന്നു. ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ കടമുണ്ടെങ്കിലും അഭിമാനം വിടാതെ മുന്നോട്ട് പോവുകയും എന്നാൽ കുടുംബത്തിൽ നിരവധിയായ തകർച്ചകൾ കൊണ്ട് വലയുകയും ചെയ്യുന്ന മനുഷ്യർ. എന്നാൽ ഇവർ ദൈവത്തിൽ ആശ്രയിക്കത്തില്ല. ആശ്രയിച്ചതുപോലെ ഇവർ കാണിക്കും. നമ്മൾ ചോദിച്ചാൽ പറയും, ഞാൻ ഇന്ന ധ്യാന കേന്ദ്രത്തെ സഹായിക്കുന്നുണ്ട്, ഇന്ന ധ്യാനഗുരുക്കന്മാർ എൻ്റെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ചില ധ്യാനഗുരുക്കന്മാരെ വിളിച്ച് അവിടെ സന്ദേശമൊക്കെ കൊടുക്കും, ഒരു കൂട്ടായ്മയൊക്കെ നടത്തും. അവർ വന്നിട്ട് എങ്ങും തൊടാതെ കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തിട്ട് പോകും. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ലക്ഷ്യം ഒരു പ്രാവശ്യം വരുമ്പോൾ 10,000, 20,000, 25,000, 50,000 ഒക്കെ മേടിച്ചുകൊണ്ട് പോകും. നല്ല കാശിൻ്റെ വലിപ്പം അനുസരിച്ച് മേടിച്ചുകൊണ്ട് പോകും. ഇവർ ഒരു വിധത്തിലും ഒരു മനുഷ്യൻ്റെ തകർച്ച അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലുള്ള അശുദ്ധി കുറവുകൾ, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കത്തില്ല. കാര്യം എന്താ? അവർ ചിലപ്പോൾ ഒരു അഭിമാനക്ഷതം മൂലം ചിലപ്പോൾ ഇനി വിളിക്കാതെ വന്നാലോ സഹായിക്കാതെ വന്നാലോ അതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചിരിപ്പിച്ചും കളിപ്പിച്ചും തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുവിധം പോക്കറ്റിൽ കാശ് ഉണ്ടാക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ നമ്മൾ ബൈബിളിൽ കാണുന്ന പ്രവാചകന്മാരെ പോലെ വളരെ ശക്തമായിട്ട് മുഖത്ത് നോക്കി കാര്യം പറയുന്ന വ്യക്തികൾ ഈ കാലഘട്ടങ്ങളിലുണ്ട് എങ്കിൽ ചിലപ്പോൾ അവർ തിരിച്ചു വരുവാനായിട്ട് സാധ്യതയുണ്ട്. കാരണം അവർ അവരുടെ അഹങ്കാരം ഉപേക്ഷിച്ച് ദൈവമേ എൻ്റെ കയ്യിൽ തെറ്റുകൾ കൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത് എന്ന് മനസ്സിലാക്കി അവർ തിരിച്ചു വരും. പക്ഷേ ഇതിന് ശ്രമിക്കാതെ മറ്റുള്ളവൻ്റെ പണം കണ്ട് അവൻ്റെ മുഖത്ത് നോക്കി കാര്യം പറയാതെ അവിടെ ഒരുവിധം ഒഴിവ് കഴിവൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന മനുഷ്യരുണ്ട്. അതാണ് പറഞ്ഞത്, ദുഷ്ടനോട് നീ അവൻ്റെ ദുഷ്ടതയോർത്ത് അവനെ നീ താക്കീത് ചെയ്യാതിരുന്നാൽ അവൻ അവൻ്റെ ദുഷ്കർമ്മത്തിൽ മരിക്കും, അവൻ്റെ ജീവന് ഞാൻ നിന്നോട് കണക്ക് ചോദിക്കും. ഇതുപോലെ ശുശ്രൂഷകർക്ക് ഒരുപാട് പേർക്ക് കർത്താവ് കണക്ക് ചോദിക്കാൻ വെച്ചിട്ടുണ്ട്. കുറേ ശുശ്രൂഷകരെ തന്നെ, ധ്യാനഗുരുക്കന്മാരെ, ശുശ്രൂഷകരെ. അതുകൊണ്ട് കാശ് മേടിക്കുമ്പോൾ ഒക്കെ ഓർത്തോണം, അനീതിപരമായിട്ടുള്ള ഏതെങ്കിലും മേഖലകൾ എവിടെയെങ്കിലും കണ്ടാൽ മുഖത്ത് നോക്കി കാര്യം പറയുക. 10 പൈസ ടീയെ കിട്ടിയില്ലെങ്കിലും, വണ്ടിക്കൂലി പോലും കിട്ടിയില്ലെങ്കിലും, 10 പൈസ കിട്ടിയില്ലെങ്കിലും ആത്മാവിനെ പ്രതി കർത്താവ് നിങ്ങളെ വേറെ പരിഗണിച്ചോളൂ. നമ്മുടെ ശുശ്രൂഷകളെല്ലാം അങ്ങനെ തന്നെയാണ് പോകുന്നത്. എൻ്റെ ജീവിതത്തിലെ തീരുമാനം അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഒരു സമ്പത്തിന് പ്രഥമസ്ഥാനം കൊടുത്തോ, സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ധ്യാനം എല്ലാം സൗജന്യമാണ്. പലരും സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നവരത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ധ്യാനം കൂടി കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടും വിശുദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഈ ശുശ്രൂഷയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ സമ്പത്ത് തന്നാൽ മതി. അല്ലാതെ നേർച്ചക്കാശ് പോലെ കുറച്ച് കാശ് മേടിച്ചത് കൊണ്ടോ ചാറ്റ് പോലെ കുറച്ച് കാശ് മേടിച്ചുകൊണ്ട് എന്താ നമുക്ക് ഉപകാരമുള്ളത്? അപ്പോൾ അതുകൊണ്ട് നമ്മളെ സഹായിക്കുന്നവരെല്ലാം ദൈവകൃപയാൽ പോകുന്നവരാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മളത് സഹായം സ്വീകരിക്കാറുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടണം, നമുക്ക് ഉപകാരപ്പെടണം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ നാളെ ഒരു ആത്മഹത്യയിലേക്കോ തകർച്ചയിലേക്കോ ബുദ്ധിമുട്ടിലേക്കോ നിരാശയിലേക്ക് പോയി വീഴാൻ പാടില്ല. നമ്മൾ കണക്ക് കൊടുക്കണം. അതുകൊണ്ട് മുഖത്ത് നോക്കി നമ്മൾ കാര്യം പറഞ്ഞേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവർ അതൊന്ന് മനസ്സിലാക്കണം. സങ്കീർത്തനം 62:10 പറയുന്നുണ്ട്, ചൂഷണത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ വ്യർത്ഥമായി ആശ വയ്ക്കരുത്, സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. എനിക്ക് എല്ലാ ധ്യാനകേന്ദ്രങ്ങളും ഉയർന്നു വന്നത് ഒരുപാട് പേരെ സഹായം കൊണ്ട് തന്നെയാണ്. ദൈവം അവർക്ക് കൊടുത്തു, അവരത് മനസ്സിലാക്കി സഹായിച്ചവരാണ്. അത് സമ്പന്നർ മാത്രമല്ല, സമ്പന്നരെക്കാളും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിൽ ദശാംശം കൃത്യമായിട്ട് കൊടുത്തൊക്കെയാണ്. അവർ സ്വർഗത്തിൽ നിക്ഷേപിച്ചവരാണ്.
സ്വർഗത്തിൽ നിക്ഷേപിച്ചവരാണ്. പഴകിപ്പോകാത്ത പണസഞ്ചികൾ ഉണ്ടാക്കിയവരാണ് അവർ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വിധവയുടെ ചില്ലിക്കാശ് നമ്മൾ കാണുന്നുണ്ട്. സമൃദ്ധിയിൽ നിന്ന് ഒരുപാട് പേര് വലിയ തുകകൾ കിട്ടെങ്കിലും വിധവ തൻ്റെ ഉപജീവനത്തിൻ്റെതായിട്ടത് അവർക്ക് വീണ്ടും വീണ്ടും ജീവിക്കാൻ പറ്റുന്നു. വലിയ തുക കിട്ടവരുടെ അവസ്ഥ ദയനീയമായി പോയിട്ടുമുണ്ട്. അപ്പോൾ അതും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാത്ത സമ്പന്നന് സകലതും നഷ്ടമായി മാറുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകതയായിരുന്നു. ഇന്നത് പറ്റത്തില്ല. കാരണം ഇന്ന് കർത്താവിൻ്റെ പേരിൽ കാശ് പിരിച്ചിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യർ ലോകത്തിലുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഒന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ശുശ്രൂഷ ചെയ്ത് ഒരുപാട് സമ്പത്തുണ്ടാക്കിയല്ലോ എന്നൊക്കെ. ചുമ്മാ പറയുന്നതാണ്. ഞാനിപ്പോഴും സ്വന്തമായിട്ടൊരു ഭവനമില്ല, സ്വന്തമായിട്ടൊരു സ്ഥലം എനിക്കില്ല. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നും തന്നെയില്ല. എൻ്റെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് മാത്രമേ എപ്പോഴും ഉണ്ടാകത്തുള്ളൂ. കാരണം കിട്ടുന്ന കാശുകൾ ശുശ്രൂഷയ്ക്കായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അവിടെ ശേഖരിക്കുന്നൊരു പരിപാടി നമുക്കില്ല. കാരണം നമ്മൾ ആദിമസഭയിൽ നമ്മളിവിടുന്ന് തിരിച്ചു പോകേണ്ടതാണ്. നമ്മൾ തിരിച്ചു പോകേണ്ടുന്നവരാണ്. അത്യാവശ്യം നമുക്കൊരു കിടപ്പാടം വേണം. ഞാൻ അതുപോലും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം കർത്താവിൻ്റെ പേരിലൊന്നും നേടുവാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ഒന്നും നേടിയിട്ടില്ല. അവിടുന്ന് എങ്ങനെയാണോ നയിക്കുന്നത് അതുപോലെ പോവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിന്, അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 4:34 പറയുന്നുണ്ട്, അവരെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇടവകളെ പരിശോധിച്ച് നിരവധി പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ്. എല്ലാ ദരിദ്രരെയും ഞാൻ സഹായിക്കണമെന്ന് പറഞ്ഞില്ല. കാരണം ചിലർക്ക് ബന്ധനമായിരിക്കാം, ചിലർ പാപം ചെയ്ത് സമ്പത്ത് ദുർവിനിയോഗിച്ചുകൊണ്ട് അവർ ദരിദ്രത്തിലായതായിരിക്കാം. എന്നാൽ സഭയ്ക്കകത്തുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ ഇടയിൽ, സഭയ്ക്കുള്ളിൽ എന്നുവെച്ചാൽ വിശ്വാസത്തിലേക്ക് വന്നവരിടയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. കാരണം പറമ്പും വീടും സ്വന്തമായി ഉണ്ടായിരുന്നവരെല്ലാം അവയത്രയും വിറ്റ് കിട്ടിയ തുക അപ്പോസ്തലന്മാരെ കാൽക്കൽ അർപ്പിച്ചു. ഇത് കണ്ടിട്ട് വേറൊരു പാർട്ടി, ജോസഫ് എന്ന് പറയുന്നൊരു മനുഷ്യൻ തൻ്റെ പറമ്പും സ്വത്തും എല്ലാം വിറ്റ് അപ്പോസ്തലന്മാർക്ക് കൊടുത്തപ്പം ഞാൻ അങ്ങനെ കുറയാൻ പാടില്ല എന്ന് വിചാരിച്ച് എല്ലാവരും ചെയ്യുന്ന പണി പോലെ അനനിയാസ് സഫീർ ഇത് ചെയ്തു. അതിനെക്കുറിച്ച് ബൈബിളിലുണ്ട്. 5-ാം അധ്യായം അപ്പോസ്തല പ്രവർത്തനം 5:1 പറയുന്നുണ്ട്, അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറയും കൂടെ തങ്ങളെ പറമ്പ് വിറ്റു. 3-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവിടെ വഞ്ചന നടക്കുകയാണ്. പത്രോസ് ചോദിച്ചു, അനനിയാസെ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? പറമ്പ് നിൻ്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയത് നിൻ്റെ അധീനതയിലായിരുന്നില്ലേ? കണ്ടോ, പറമ്പ് നിൻ്റെ സ്വന്തമാണ്, വിറ്റ് കിട്ടിയത് നിൻ്റേതാണ്. നീ കർത്താവിന് കൊടുക്കണോ വേണ്ടോ നീ തീരുമാനിക്കേണ്ടത്. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിന് കൊടുത്തു എന്ന് പറഞ്ഞ് ആ പേരിൽ നാട് മൊത്തം വിളിച്ചു പറഞ്ഞ് ഞാൻ കർത്താവിന് കൊടുക്കുകയാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞ് ഈ പറമ്പ് സ്വത്തും വീണ്ടും നിൻ്റെ കൈവശം വെച്ചിരിക്കുന്നു. അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ്. ഈ 8-ാം ദിനത്തേക്ക് വരുമ്പം ബാക്കി നമുക്ക് കാണുന്നുണ്ട്, അനനിയാസ് അവിടെ വെച്ച് മരിച്ചു പോകുന്നുണ്ട് നുണ പറഞ്ഞതിൻ്റെ പേരിൽ. 8-ാം ദിനത്തിൽ പത്രോസ് അവളോട് ചോദിച്ചു, ഭാര്യയോട് ചോദിക്കുക, ഭാര്യ കുറച്ച് കഴിഞ്ഞാണ് വന്നത്, ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക. അവൾ പറഞ്ഞു, ഈ തുകയ്ക്ക് തന്നെ, നുണ പറയുക. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നത് എന്ത്? ഇതാ നിൻ്റെ ഭർത്താവിൻ്റെ സംസ്കരിച്ചവരുടെ കാലച്ച വാതിന് പുറത്ത് കേൾക്കാം, അവർ നിന്നെയും കൊണ്ടു. രണ്ടുപേരും മാറ്റിവെച്ചത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല. അവർ മരിച്ചുപോയി. ഇപ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് തരുന്നത് ഉപയോഗിക്കാനാണ്. നാം മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ഇതെല്ലാം നേടിയിട്ടു ഉപയോഗിക്കാൻ പറ്റുമോ? സാധാരണക്കാരന്മാർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അറുത്ത കൈക്ക് ഉപ്പ് തേക്കത്തില്ലെന്ന്. അങ്ങനെ രീതിയുണ്ട്. കാരണം ഓരോ മനുഷ്യനും ഇത്രയും പിശുക്കും കാര്യങ്ങളും എല്ലാമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിനോട് ചേർന്ന് പണമുണ്ടാക്കാൻ തീരുമാനമെടുക്കണം. കർത്താവിനോട് ചേർന്ന് നമ്മൾ ബൈബിൾ വായിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ഭോഷനായ ധനികനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അതിൻ്റെ മൊത്തം ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ മനുഷ്യൻ അഹങ്കാരത്തോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. ലൂക്കാ സുവിശേഷം 12
18 മുതൽ തിരുവനം. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയ പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങൾ സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷങ്ങൾക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ഭോഷ, ഈ രാത്രി നിൻ്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നത് ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്കു വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വയ്ക്കുന്നവൻ. ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ സമ്പത്ത് ശേഖരിച്ചവരെല്ലാം നശിച്ചു പോകും. എനിക്ക് ശുശ്രൂഷകരായിട്ടുള്ളവരോടും മറ്റ് സമ്പന്നരും പറയാനുള്ളൊരു കാര്യം, കർത്താവിൻ്റെ പേരിൽ നിങ്ങൾ സമ്പത്തിൻ്റെ മേഖലയെ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ പേരിൽ നിങ്ങൾ കർത്താവിന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കർത്താവിന് കൊടുക്കാതെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് മരണമാണ്. എങ്ങനെയായിരിക്കും? അന്ന് പത്രോസിന് മുമ്പിൽ മരിച്ചു വീണെങ്കിൽ ഇന്നൊരു ആത്മഹത്യയിലൂടെ ആയിരിക്കാം, രോഗത്തിലൂടെ ആയിരിക്കാം, തകർച്ചയിലൂടെ ആയിരിക്കാം. തിരിച്ചു വരിക. തിരിച്ചു വന്നില്ല എങ്കിൽ അവിടെ ഒരു ധ്യാനഗുരുവിനും ഒരു ശുശ്രൂഷകനും ഈ ഭൂമിയിൽ ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ സാധ്യമല്ല. ക്രിസ്തുവിൻ്റെ മുമ്പിൽ കണ്ണുനീരോടെ പറയുക, കർത്താവേ, വഞ്ചന ഉണ്ടായിട്ടുണ്ട്, തെറ്റുകൾ വന്നിട്ടുണ്ട്, എനിക്ക് തിരുത്തുവാനുള്ള കൃപ തരണമേ, എന്നെ അനുഗ്രഹിക്കണമേ, അഭിവൃദ്ധിപ്പെടുത്തണമേ, ക്രമക്കേടുകളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു, തിരിച്ചു വരുവാൻ എനിക്ക് കൃപ തരണമെന്ന് പറഞ്ഞ് അനുതപിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സാമ്പത്തിക മേഖലയിൽ വന്ന ക്രമക്കേടുകളെ ഓർത്ത് അനുതപിക്കുക. സമ്പത്തിന് 1-ാം സ്ഥാനം കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തെക്കാൾ അധികം സ്ഥാനം അതിന് കൊടുത്തു വെച്ച് ഒരു ദൈവം പോലെയായി സമ്പത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക മേഖല ക്രമക്കേടോ വഞ്ചനയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരിക, തിരിച്ചു വന്ന് അനുതപിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ധ്യാനം ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുന്നു, ഞായറാഴ്ച തീരുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങളുടെ താല്പര്യമുള്ളവരെ പറഞ്ഞുവിടുക. ആത്മഹത്യകൾ ഇല്ലാതാകട്ടെ, നിരാശയും ദുഃഖവും വേദനയും തകർച്ചയും തിരസ്കരണങ്ങളും ഇല്ലാതാകട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ തക്കവിധം ആക്കപ്പെടട്ടെ. സമ്പന്നന് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്. ദൈവരാജ്യം എന്ന് വെച്ചാൽ ഭക്ഷണവും പാനീയവുമല്ല. അപ്പോൾ സമ്പന്നന് വസ്ത്രം ഇഷ്ടം പോലെയുണ്ട്, അല്ലെങ്കിൽ പാനീയമുണ്ട്, ഭക്ഷണമുണ്ട്, പക്ഷെ നീതിയില്ല, സമാധാനമില്ല, പരിശുദ്ധാത്മയുടെ സന്തോഷം സമ്പന്നില്ലാതായി പോകുന്നു. അതുകൊണ്ടാണ് അവൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തത്. കാരണം അവൻ നീതിയില്ലാതെ പ്രവർത്തിക്കുന്നു, അവൻ ദൈവാത്മാവിൽ ആനന്ദിക്കാൻ പറ്റാതിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അന്ത്യകാലത്തായിരിക്കുമ്പോൾ ഞങ്ങൾക്കുള്ള സമ്പത്തുകളെല്ലാം വിശുദ്ധിയിലൂടെ നേടിയതാണോ എന്ന് കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. അർഹതപ്പെടാത്തത് എന്തെല്ലാം ഞങ്ങളുടെ കൈവശമുണ്ടോ അതെല്ലാം കർത്താവെ അങ്ങേക്ക് തരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കരുണയുള്ള കർത്താവെ, അനന്യാസിനെ പോലെ അങ്ങേക്ക് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് പറമ്പ് വിറ്റിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മാറ്റിവെച്ചിട്ട് തന്ത്രപരമായി വന്നപ്പോൾ ആ മാറ്റിവെച്ച ഭാര്യയ്ക്കും ഭർത്താവിനും അന്യാസിനും സഫീറയ്ക്കും അത് ഉപയോഗിക്കാൻ പറ്റാത്ത പോയതുപോലെ നിരവധി പേർക്ക് സമ്പത്തുണ്ട്, പക്ഷേ ഇന്ന് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ തകർച്ചയിൽ കഴിയുന്നു പലരും. അതിനാൽ കർത്താവെ, അങ്ങ് കടന്നു വരണമേ, ബോധ്യങ്ങൾ കൊടുക്കണമേ. ഞങ്ങളുടെ ഭാഗത്ത് ഏതെങ്കിലും ക്രമക്കേടുകളുണ്ടെങ്കിൽ അതിനെ ഓർത്ത് അനുദപിക്കാൻ കൃപ തരണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ, അവിടുത്തെ തിരുത്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ വിശുദ്ധരായി തീരട്ടെ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാമ്മയെ ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തതിന് നന്ദി പറയുന്നു. നിങ്ങൾ കണ്ട ഈ ഉപകരണങ്ങൾ, നിങ്ങൾ കേട്ട ഈ സന്ദേശങ്ങൾ എല്ലാം കർത്താവ് നിങ്ങളിലൂടെ വലിയ അനുഗ്രഹത്തിലേക്ക് നയിക്കട്ടെ. നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കട്ടെ. നിരവധി പേർക്ക് ഈ സന്ദേശം പകർന്നു കൊടുക്കുക. നിരവധി പേർ കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തരായി ജീവിക്കട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം, സമ്പത്തിൽ മയങ്ങാതെ. മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ.
നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനീ